Pastor K.C. Thomas, അതിനുശേഷം പാസ്റ്റർ P.V. മത്തായി, അത് കഴിഞ്ഞ് ജെ വിൽസൺ. കടന്നു വന്നിരിക്കുന്നതായ ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിക്കുന്ന ദേവദാസന്മാർ, വിവിധ സഭകളിൽ നിന്നായി വന്നിരിക്കുന്നതായ PMGയുടെ ശുശ്രൂഷകന്മാർ, തുടർന്ന് ഇന്ന് കാലാവസ്ഥകൾ നമ്മൾ മുന്നിലായിരിക്കുന്നതായ ദേവദാസന്മാരുണ്ട്. ഇവർക്കൊക്കെയും വരുമ്പോഴായ ക്രിസ്തു നാമത്തിൽ സ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത് വേർപാടിന്റെ ദുഃഖത്തിലാണ്. എങ്കിലും ഇന്ന് പൽക്കാലം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടായ ഈ ദേവദാസനെ പറ്റി എനിക്ക് ചില കാര്യങ്ങൾ പ്രത്യേകം പറയാനുണ്ട്. സ്തോത്രം. ഞങ്ങള് ഒരു ഭവനം അന്വേഷിച്ച് സ്റ്റാൻലി പാസ്റ്റർ ഞാനും കൂടെ ഈ ദേശത്ത് കയറി വരുവാനിടയായി. ഈ ദേവദാസൻ ഇങ്ങനെ ആരോ ഒരു ഭവനം ആവശ്യപ്പെടുന്നു എന്ന് അറിയുവാനിടയായി. അതനുസരിച്ച് ഏറെ മരണവീട്ടിൽ അദ്ദേഹം കടന്നു ചെന്നു. ആ സമയത്താണ് സ്റ്റാൻലി പാസ്റ്റർ ഒരു ഭവനം അന്വേഷിക്കുന്നു ആരാധനയ്ക്കായി എന്ന് അദ്ദേഹം അറിയുവാനിടയായി. സ്തോത്രം. 28 ജംഗ്ഷനിൽ വെച്ച് ദേവദാസനെ കണ്ടു. ദേവദാസൻ ഒന്നും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊന്നും ചോദിക്കാതെ പറയാനിടയായി. എല്ലാ ഭവനം പ്രാർത്ഥനയ്ക്കായി തുറന്നു വരാമെന്ന്. ഈ ദേശത്ത് അനേക വാതിൽ പോയി മുട്ടിയെങ്കിലും ആ സമയത്തൊന്നും വാതിൽ തുറക്കാതെ ഏതാണ്ട് 13 പ്രാവശ്യം ദേശത്ത് ഈ പരിസരങ്ങളിൽ ആരാധനയ്ക്ക് വേണ്ടി ഭവനം അന്വേഷിച്ചുള്ള സമയത്ത് പിതാവ് ഉറവ പറയുവാനിടയായി, ഞാൻ എന്റെ ഭവനം തുറന്നു വരാമെന്ന്. സ്തോത്രം. പിന്നെ വീടാണ് പറഞ്ഞത്, അല്പം മലയുടെ മുകളിലാണ് ഭവനമെന്നും പറയാനിടയായി. എങ്കിലും പറയട്ടെ, ഞങ്ങൾ അതിനുശേഷം കാണുവാനിടയായി, അന്ന് പറയാനിടയായി. സ്തോത്രം. നമുക്ക് ഈ ദേശത്ത് ദൈവത്തിന് വേണ്ടി വലിയ ചെയ്യണം, പ്രവർത്തിക്കണമെന്ന്. സ്തോത്രം. ഈ ദേവദാസന്റെ ആത്മീയ കാഴ്ചപ്പാടിനെ പറ്റിയും ആത്മീയ ദർശനത്തെ പറ്റിയും അവർ വ്യക്തമായി അറിവാനായി കാണുവാനിടയായി. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദേവദാസനാണ്. അതിനോട് ഉപരിയായി ഇന്ന് ഭവനത്തിലേക്ക് കടന്നപ്പോഴും കുടുംബങ്ങളെ കണ്ടപ്പോഴും മക്കളെ കണ്ടപ്പോഴും മരുമക്കളെ കണ്ടപ്പോഴും കൊച്ചുമക്കളെ കണ്ടപ്പോഴും അന്തരീക്ഷങ്ങളെ കണ്ടപ്പോഴും വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. തിരഞ്ഞൊരു പ്രത്യാശയായ തിരഞ്ഞ ഒരു മനുഷ്യനായില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ നിർവഹിച്ചത് തന്റെ സമയമായപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ ദേവദാസനെ അദ്ദേഹം വിളിക്കുവാനിടയായി. ഒരു രാജാവ് തന്റെ ഉദ്യാനത്തിൽ പിന്തുടരുന്നത് നടക്കുമ്പോൾ തനിക്കിഷ്ടമുള്ളതായ ഒരു പിള്ള് നെല്ലിയെടുത്തിട്ട് അവനെ സ്വീകരിക്കുന്ന പോലെ ദേവദാസന്റെ ആത്മാവ് ഇന്നത്തെ കാലം അതിന്റെ ആശ്രമില്ല. ദൈവത്തിന്റെ ആളുകളെ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭയങ്കരക്കാലം ദുഃഖത്തിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്നതായ, കഷ്ടത്തിലായിരിക്കുന്നതായ ബാലിസിന്റെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വേർപാടെപ്പോഴും ദുഃഖത്തെ ഒഴിവാക്കണമെന്നറിയ എങ്കിലും കാലം. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം സ്തോത്രം ലക്ഷങ്ങൾ പുറത്ത് കൺവെൻഷൻ നടക്കുന്ന കാര്യമൊന്നുമില്ല. പല കാര്യം ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഇന്ന് പല കുടുംബങ്ങളും വ്യക്തികളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയതായി കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബന്ധുക്കുളത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷകന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറയാനിടയായി. ഈ രക്ഷയുടെ, ഈ മാതാവ് കണ്ട ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് ആ രക്ഷാ ദിവസം.
എന്ന് പറഞ്ഞ ആ സമയത്ത് ദൈവത്തിന്റെ ആളുകൾ അയച്ചപ്പോൾ അനേകർ ആ ആഴ്ചക്കാലം വിവിധ സഭകളിലായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ടിട്ട് രക്ഷകർത്താവായ ദൈവത്തെ സ്വീകരിപ്പറയുകയായി. കാലം സ്തോത്രം. ഇവരെയും ആളുകൾ ഈ പ്രാവണ കാണിച്ചായ മാരുടെ സ്ഥലം പിൻപറ്റിക്കൊണ്ട് ആമേശ്വരം നീങ്ങുവാനായിട്ട് ആരെങ്കിലും വിദേശത്തായിരിക്കുന്നെങ്കിൽ അവരെ ഇവർക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വക്തകളോട് വിരമിക്കുന്നു. ഈ ദേവദാസൻ ഈ സ്ഥലം ഇവിടെ ആയിരിക്കുന്ന PMG സഭയ്ക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് പുസ്തകം ഇവിടെ ആയിരിക്കുന്ന സഭയ്ക്കും ഞാൻ ശുശ്രൂഷിക്കുന്നതായ ഇരുമ്പൂഴിയിലുള്ള PMG സഭയുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വക്തകളോട് വിരമിക്കുന്നു. ദൈവമേ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് പാസ്റ്റർ PV മത്തായി, അതിനുശേഷം പാസ്റ്റർ PJ വിൽസൺ. എല്ലാവരും സമയം വളരെ ശ്രദ്ധിക്കണം. അനേക ദൈവദാസന്മാർ അനുശോചനം അറിയിക്കാനുള്ളത് കൊണ്ട് ഓരോ മിനിറ്റിൽ കൂടുതൽ എടുക്കരുതെന്നുള്ള വസ്തുത പ്രത്യേകം ഓർമ്മിപ്പിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ പിതാവിന്റെ നിയമത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം എളിമനെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ വാത്സല്യ പിതാവ് മരണമണിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഏതാണ്ട് സന്ധ്യയോടെടുത്ത സമയത്ത് ഞാനും ശുശ്രൂഷിക്കുന്നതായ പ്രിയ കർത്താദാസനെ ഒരുമിച്ച് കടന്നു വന്ന് വാത്സല്യ ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. നല്ല പകൽക്കാലം ഒരു കാര്യം കൂടി ഓർപ്പിക്കാനായിട്ട് കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. ഈ വാത്സല്യ പിതാവിന് ഏതാണ്ട് 3 വർഷത്തിന് മുമ്പ് ഒക്കത്തിൽ വന്ന് തന്റെ കൊച്ചു മകളുടെ ഭവനത്തിൽ മീറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെടുവാൻ എനിക്ക് ഇടയായി. അന്ന് അദ്ദേഹം എന്നോട് ഒരു ആലോചന പറഞ്ഞത് എന്റെ ഹൃദയത്തില് എന്നുകൊണ്ട് യോബിന്റെ പുസ്തകത്തില് 7-ാം അധ്യായത്തിന്റെ ആ വാക്യം ഞാനൊന്ന് വായിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. 8-ാം അധ്യായത്തിലെ 7-ാം വാക്യമാണ്. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഈ ആലോചന എന്നോട് പറയുവാനും ഇപ്പോൾ ഞാനിത് ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ആലോചന ദുഃഖവും പകൽക്കാലം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചെയ്യും. തുടർന്ന് പാസ്റ്റർ PJ. ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ, എല്ലാ പ്രിയമുള്ളവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. പ്രിയ പിതാവിന്റെ വേർപാട് എന്ന ബന്ധത്തിൽ അന്തരീക്ഷനിലായിരിക്കുന്നല്ലോ. പ്രത്യാശയുള്ള ദൈവമക്കളായ നമുക്ക് മുന്നേ വിട്ട് ദൈവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പിതാവിനെ കർത്താവിന്റെ മടങ്ങുകളിൽ കാണാം എന്നുള്ളത് കൊണ്ട് നാം ദൈവസന്നിധിയിൽ ധൈര്യമുള്ളവരായിരിക്കുന്നു. പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ എന്റെ സഹോദരിയുടെ ഫാദറിനെയാണ് നമ്മെ വിട്ട് ദൈവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ശുശ്രൂഷയിലുള്ള സ്ഥലങ്ങളിലൊക്കെയും കടന്നു വരികയും അനുഗ്രഹിക്കപ്പെട്ട ദൈവ സന്ദേശം നൽകി സഭയായി സന്തോഷിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായിട്ടുണ്ട്. എന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നേര ആത്മീയ ഗുണദോഷങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഓർപ്പിച്ച ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ വളരെ പ്രത്യാശയുടെ വാക്കുകൾ എന്റെ ശുശ്രൂഷ സമയത്തും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ പങ്കുവെക്കുമായിരുന്നു. ഞാൻ സമയത്ത് ഓർക്കുകയാണ്. പ്രിയ പിതാവിന് ദൈവം നല്ല ഒരന്ത്യം ദൈവം കൊടുത്തു. ഇവിടെ നാനവാൻസിലേക്ക് പോകുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനെക്കൂടിയാണ് ചെറുന്ന യാത്രയക്കാൻ ഇടയായത്. അതിങ്ങനെയുള്ളൊരു യാത്രയാണെന്ന് എന്നുള്ളത് വളരെ ദുഃഖമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവില് അതെ സന്തോഷത്തോടെ ദൈവത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കല്ലേരി PMG സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം അറിയിക്കുന്നു. അതോടൊപ്പം പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ PCയുടെ കല്ലേരി യൂണിറ്റിന്റെ സെക്രട്ടറി നിലയിൽ
ഞാൻ വിശോധനം അറിയിക്കുന്നു. ദൈവം സകല വിദ്യാനും നിറയ്ക്കട്ടെ. ഏറ്റവും ഒടുവിലായിട്ട് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസം ബോർഡിന്റെ ഡയറക്ടറും അതേ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റ് ഡിസ്ട്രിക്ട് പാസ്റ്ററും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ മുൻ ഡിസ്ട്രിക്ട് പാസ്റ്ററുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ അവர்கள் നിർവഹിക്കുന്നതാണ്. സെമിത്തേരിയിലെ ശുശ്രൂഷ PNG ചർച്ചിന്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ MA ജോൺ അവர்களுം നിർവഹിക്കുന്നതായിരിക്കും. സ്തോത്രം. തുടർന്ന് പാസ്റ്റർ P ജോയ്, പാസ്റ്റർ TG ജോസ്, പാസ്റ്റർ CD മത്തായി എന്നിവർ ദൈവാനുഗ്രഹം പാസ്റ്റർ P ജോയ് രീതിയിലായിരുന്നു